ഹൈ കൂട്ടുകാര്, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടീലുമായിട്ടാട്ടോ. ഇന്ന് ഞാൻ കാബേജ് നടാൻ പോവുകയാണ്. കാബേജ് എനിക്ക് തണുപ്പ് കാലം എന്നുള്ള എനിക്ക് ഏത് മഴക്കാലത്തെല്ലാം കാബേജ് വിളവെടുക്കലുണ്ട്. അപ്പോൾ കാബേജ് എനിക്ക് എവിടുന്നാണ് മഴക്കാലത്ത് പോലും കാബേജിൻ്റെ തൈ കിട്ടുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവൂലേ? ഞാൻ കാബേജിന്റെ തൈ എനിക്ക് എവിടുന്നാ കിട്ടുന്നതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലെല്ലാം ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരിക്കലേ കാബേജ് വാങ്ങുള്ളൂ. ആ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് കാബേജ് തൈ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഞാനൊരു ദിവസം വീഡിയോ ഇട്ടിരുന്നു, എനിക്ക് കാബേജ് തൈ ഇനി വാങ്ങണ്ട, അല്ല കാബേജ് തൈ വാങ്ങണ്ടെന്ന് പറഞ്ഞു വീഡിയോ. അപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടു, നിങ്ങൾ ഫസ്റ്റിൽ വാങ്ങിയില്ലേ? അപ്പോൾ അത് ശരിയാ, ആ കമൻറ്റിൽ ഞാൻ തോറ്റു. കാരണം ഫസ്റ്റിൽ ഞാൻ വാങ്ങി, പിന്നെ ഞാൻ വാങ്ങിയിട്ടേ ഇല്ല. അപ്പം കാബേജ് നട്ട് വളർന്ന് വലുതായി പാകമായി വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റിയിൽ നിന്ന് കാബേജിൻ്റെ തൈ ചുറ്റും ഉണ്ടാവും. അത് കട്ട് ചെയ്ത് അത് മെല്ലെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് വേറെ നട്ട് പിന്നെ അതും വലുതായി വളർന്ന് വലുതായി കാബേജായി പൊട്ടിച്ച് അതിൽ നിന്നും വീണ്ടും അങ്ങനെ പരമ്പര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഞാൻ കാബേജ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ ഒരു കാബേജ് ഉണ്ടായത് കാണിച്ചു തരാം. വിളവെടുത്തതിന് ശേഷം തൈ ഉണ്ടായി നിൽക്കുന്നത് കാണിച്ചു തരാം. തൈ പൊട്ടിച്ച് നടുന്നതെല്ലാം ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കാബേജ് ഉണ്ടായത് കണ്ടോ? ഇതിപ്പം വിളവെടുക്കാനായ കാബേജാട്ടോ. അപ്പോൾ ഇപ്പം ആർക്കും കാബേജ് അങ്ങനെ വിളവെടുക്കാനായിട്ടൊന്നുമില്ല. ഇത് മഴക്കാലത്തുണ്ടായ കാബേജാണ്. ഇത് മഴക്കാലത്തുണ്ടായത് കൊണ്ടാണ് ഇത് കുറച്ച് ചെറുതായത്. ഇനി മുതൽ ഈ ഗ്രോ ബാഗ് ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു കാബേജ് തന്നെ 10 കിലോ ഒക്കെ എനിക്കുണ്ടാവും. അപ്പം ഇത് പാകമായി, ഇത് വിളവെടുക്കാനായിട്ടുണ്ട്. ഇനി ഞാൻ വിളവെടുത്ത ഒരു കാബേജിൻ്റെ കാണിച്ചു തരാം കേട്ടോ. ഇത് വേറൊരു കാബേജ് വിളവെടുത്തതാ. വിളവെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ തണ്ട് അവിടെ കുറ്റി കണ്ടില്ലേ? ഈ കുറ്റി അവിടെ വെക്കുക. ഞാനിത് വിളവെടുത്ത ഇന്നലെയാണ്, അതുകൊണ്ട് എന്താ കുറ്റി അവിടെ വെച്ച് ഇതൊക്കെ അല്ലേ, ഇതൊക്കെ തോരൻ വെക്കാം. ഇതെല്ലാം നമുക്ക് തോരൻ വെക്കാം. നല്ല ടേസ്റ്റാ. പിന്നെ മരുന്നടിക്കാത്തതല്ലേ. പക്ഷെ ഞാനത് ഇവിടെ പലതുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇതൊന്നും എടുക്കലില്ല. ഇതിലൊരു കൂർക്ക മുളച്ചിട്ടായിട്ടുണ്ട്. അതിൻ്റെ തണ്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ തണ്ടിൽ നിന്ന് ഇനി ധാരാളം തൈകൾ വരും. ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി. കുറ്റി ധാരാളം ഇങ്ങനെ ചുറ്റുകൾ ഉണ്ടായിട്ട് ആ തൈ പൊട്ടിച്ച് നമ്മൾ നട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടാവും. ഞാൻ കണ്ടോ ഈ കുറ്റി ഇവിടെ വെച്ചത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് ഒരു 3 ആഴ്ച മുമ്പ് ഞാൻ വിളവെടുത്തിട്ട് കുറ്റി അവിടെ വെച്ച് കാബേജ് മുളച്ചത് കണ്ടോ? കാബേജിൻ്റെ തൈ എത്ര ഉണ്ട് എന്നറിയോ? ഈ കാബേജിൻ്റെ തൈ പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കുറേ അങ്ങ് നട്ടു കൊടുക്കും. ഇത് പൊട്ടിച്ച് കഴിഞ്ഞ് നടുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് വെയിലത്തെക്കാൻ പറ്റില്ല കേട്ടോ, 2 ആഴ്ച വെയിലത്തെക്കാൻ പറ്റില്ല. മൂപ്പെത്തിയത് കാണിച്ചു, പൊട്ടിച്ച് കഴിഞ്ഞ് കുറ്റി അവിടെ വെക്കുന്നതും കാണിച്ചു. അത് വെച്ചത് കൊണ്ട് 3 ആഴ്ച മുമ്പത്തെ ചുറ്റും തൈ വന്നതും കാണിച്ചു. അതെല്ലാം ഞാൻ കാണിച്ച് ക്ലിയർ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ തൈ ഉണ്ടാവും എന്ന് അറിയാനാണ്. കുറേ പേർക്ക് തൈ ഉണ്ടാവുന്ന അറിയില്ലായിരുന്നു, എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ പിന്നെയാണ് പഠിച്ചത്. ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് കാബേജിന് തൈയൊന്നും വാങ്ങലില്ല. എനിക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഏത് സമയത്തും കാബേജ് വിളവെടുക്കാനുണ്ടാവും. കാബേജൊക്കെ അങ്ങനെ ടൈമേ അല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ടൈം ഉണ്ട്. എന്താ അറിയോ? മഴക്കാലത്ത് വലുപ്പത്തിലുണ്ടാവില്ല. പിന്നെ ഇനി മുതൽ ഇങ്ങോട്ട് വണ്ണത്തിൽ വലുപ്പത്തിലുണ്ടാവും. എന്നാലും മഴക്കാലത്ത് ഒരു 3 തോരൻ വെക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. ഓരോന്ന് ഇങ്ങനെ അരിഞ്ഞാൽ കുറേ കിട്ടിയല്ലോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കാബേജിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ കാബേജിൻ്റെ ടേസ്റ്റേ അല്ല, ഒരു സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ ഒരാൾക്കിൻ്റെ കാബേജ് കൊടുത്തിട്ട് അവിടുന്ന് ആ ഉപ്പ കഴിക്കുമ്പോൾ ചോദിച്ചു, ഇത് ഏതാ കാബേജ്? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അവർക്കറിയില്ല അത് ഞാൻ ഉണ്ടാക്കി കൊടുത്താന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പം അത്രക്കും വ്യത്യാസമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനിന്ന് നടാൻ പോകുന്നത് ഇതിൻ്റെ മുമ്പ് ഞാൻ പൊട്ടിച്ചിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പി കട്ട് ചെയ്ത് ഹോൾസൊക്കെ ഉണ്ടാക്കി മണ്ണ് നിറച്ചതിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തായിരുന്നു. കാരണം നമുക്ക് വെയിൽ കൊള്ളിക്കാൻ പറ്റൂലല്ലോ നട്ട് കഴിഞ്ഞ് 3 മാസത്തിന്. അപ്പം ഞാൻ 3 മാസമല്ല 3 ആഴ്ച വരെ ഞാൻ വെയിൽ കൊണ്ടിരിക്കൂല. ആളായി ഇങ്ങനെ വന്നിട്ട് ഇതിപ്പം 3 ആഴ്ച ആയതാ. കണ്ടോ ഇപ്പം ഞാൻ തണലത്തുനിന്ന് എടുത്ത് നിങ്ങളെ കാണിക്കുന്ന ഇതാണ് ഞാൻ നടാൻ പോകുന്നത് കേട്ടോ.
അപ്പൊ ഇത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആളായി വരുന്നതൊക്കെ നല്ല രസമാണ് കാണാൻ. നമുക്ക് പൈസ കൊടുത്ത് ഒന്നും വാങ്ങിയും വേണ്ട. ഇത് നമ്മൾ നടുവ് ഇങ്ങനെ അങ്ങാക്കി നടാം. അത് നടുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ തയ്യാക്കുന്നതും കാണിച്ചു തരാം കേട്ടോ. കാബേജ് നടുന്നത് എല്ലാം കണ്ടത് സിമന്റ് ചാക്ക് കട്ട് ചെയ്തതിലാണല്ലോ. ഞാൻ പുതിയ നടുന്നത് സിമന്റ് ചാക്ക് തന്നെയാണ്. അപ്പോൾ സിമന്റ് ചാക്ക് ബാക്ക് ഇങ്ങനെ കെട്ടി പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടി ഇങ്ങനെ അങ്ങ് മറിച്ചിടുക. അങ്ങനെ മറിച്ചിരുന്നാൽ നമുക്ക് വാങ്ങിയ ഗ്രോ ബാഗ് പോലെ തന്നെ ഉണ്ടാവും. പിന്നെ റൗണ്ടിൽ നിൽക്കുകയും ചെയ്യും ആ കെട്ടിയെ കൊണ്ടേ. ഇപ്പൊ സിമന്റ് ചാക്ക് എവിടുന്നാ കിട്ടുകയെന്ന് വെച്ചാൽ സിമന്റ് പണി എടുക്കുന്ന വീടുകൾ ഉണ്ടാവും. അവിടെ ഇത് മല പോലെ കുന്നുകൂടി കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ പോയി ചോദിച്ചു നോക്കാം, നമുക്ക് ഒരു സിമന്റ് ചാക്ക് കൃഷി എടുക്കാനാണ് തരുവ വെച്ചാൽ ഒരു മൊത്തം തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാവും. നമ്മൾ ഡിമാൻഡിൽ വാങ്ങല്ലേ. ഇതൊക്കെ അതാ എല്ലാം ഇങ്ങനെ അങ്ങ് റൗണ്ടാക്കി നല്ലൊരു റൗണ്ടിൽ വന്നു. ഈ റൗണ്ട് മതി നമ്മൾ കാബേജിന്റെ വേര് അത്രക്കേ പോവുള്ളൂ. പിന്നെ ഈ ഐറ്റും ഈ വട്ടും ഒക്കെ ധാരാളം. കാബേജിക്ക് ഫസ്റ്റാ. അപ്പൊ ഞാനിങ്ങനെ ഇട്ട് ഇനി ഞാൻ ചെയ്യുന്നത് പോട്ടി മിക്സ് നറുക്കട്ടെ കേട്ടോ. ഞാൻ ആദ്യം എങ്ങനെ ചെയ്ത് അതുപോലെ നടുന്നത്. ഇനി മുതലൊക്കെ നല്ല കാബേജ് കിട്ടും. ഞാൻ പോട്ടി മിക്സ് നറുക്കട്ടെ. ഞാൻ ചകിരിച്ചോറ് ഫസ്റ്റിൽ ഇടുന്നത്. ചകിരിച്ചോറ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബെഡ് പൊളിച്ചതാട്ടോ. ധാരാളം ചകിരി ഉള്ളത് കൊണ്ട് കത്തിക്കലായിരുന്നു സാധാരണ. കത്തിക്കണ്ട, ഞാനിങ്ങനെ കൃഷി എടുക്കുമ്പേ അതിലേക്ക് ഇടാലോ അത് വിചാരിച്ചു ഞാൻ കത്തിക്കാണ്ട് അവിടെ വെച്ചു. ചകിരിച്ചോറ് ഇടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാം. നമ്മൾ ഇതിലേക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ മണ്ണ് ഒലിച്ചു പോവില്ല, അതങ്ങ് തടഞ്ഞു നിർത്തും. പിന്നെ നനവട പിടിച്ച് നിൽക്കും കുറേ നേരത്തിന്. നമുക്ക് ഇടയ്ക്കൊന്ന് നനക്കാനൊന്നും ആവില്ലെങ്കിലും ഇതിൽ പിടിച്ച് നിന്നോളൂ. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് ഈ ചകിരിച്ചോറ് ഇട്ടാൽ. ഇപ്പോൾ പരത്തിയിട്ടാൽ ഒരു റൗണ്ടിൽ നിന്നോട്ടെ വിചാരിച്ചിട്ട്. ഇനി അതിൻ്റെ മേലെ ഞാൻ കുറേ ഇതൊക്കെ എന്താ അറിയോ, ഞാൻ തോട്ടം വൃത്തിയാക്കി. എനിക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്. ഞാനിങ്ങനെ ചെത്തിക്കൊരിയോണ്ട് വെക്കും എൻ്റെ ചുറ്റും. അപ്പം അത് ഇതിലേക്ക് അങ്ങോട്ടാൽ പച്ച ഇത് ഈ പുല്ലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ണിൽ നിന്നും ധാരാളം മൂലകങ്ങളൊക്കെ വലിച്ചെടുത്തിട്ടാണല്ലോ പുല്ല് വളർന്നു വരുന്നത്. അപ്പം നമ്മൾ ഇതിൽ തന്നെ അങ്ങിട്ട് കഴിഞ്ഞാൽ വളയിക്കോളൂ. ആ മൂലകങ്ങളൊക്കെ ഈ ചെടിക്ക് കിട്ടിയോളൂ, നല്ല ഉഷാർ വളർന്നു വന്നോളൂ. അപ്പം ഞാനിങ്ങനൊക്കെ അതൊന്നും നശിപ്പിക്കൂല. പുല്ല് വരെ ഞാൻ ചാക്കിലെടുത്ത് വെക്കും. ഇതിൽ മണ്ണും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മണ്ണിടാത്തത്. ഇതിൽ മണ്ണും ഉണ്ട്, മണ്ണോട് കൂടി ഇങ്ങോട്ട് എടുത്തുവെച്ചതാ. അപ്പൊ അടിഭാഗത്തിട്ടാല് മുളക്കൂര കേട്ടോ. അത് മുളക്കില്ല, പച്ചട്ടാ മുളക്കില്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷെ മുളക്കൂര. നല്ലോണം അങ്ങോട്ട് പൂത്ത് മാക്സിമം അങ്ങോട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുക. ഒന്ന് ലെവല് ചെയ്യുക. ലെവല് ചെയ്തിട്ട് നമ്മളിങ്ങനെ എന്നാ പിന്നെ ബാഗ് നല്ല റൗണ്ടിൽ നിൽക്കുകയും ചെയ്യും. എല്ലാ ഭാഗത്തേക്കും എത്തിക്കഴിഞ്ഞാൽ വേരിന് എല്ലാ ഭാഗത്തു നിന്നും വലിച്ചെടുക്കാലോ. ഇനി ഞാൻ ശീമക്കൊന്നയാട്ടോ. ശീമക്കൊന്നൻ്റെ ഇല എന്ന് പറയുന്നത് ചാണകത്തിന് പകരം അത്രക്കും നല്ലതാണ് ചെടികൾക്ക്. അപ്പം ഇത് ഞാൻ വെട്ടി വെച്ചിട്ട് 2-3 ദിവസമായി, വാടിപ്പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ ശീമക്കൊന്നൻ്റെ ഇലയും ഒക്കെ ഒന്ന് ലെവല് ചെയ്യട്ടെ. ഇതൊക്കെ വെയിറ്റേ ഉണ്ടാവൂല, കണ്ടില്ലേ, തീരെ വെയിറ്റില്ല. ഇനി നമ്മൾ കുറച്ച് മണ്ണിടുക. മണ്ണ് ഒരു 95% മറ്റ് പോട്ടി മിക്സാണ്. മണ്ണ് 5% ഉള്ളൂ. അടുത്തതിടുന്നത് കോഴിവള. കോഴിവളം എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നേന്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയൊന്നുമല്ല. എൻ്റെ കൃഷികളൊക്കെ ചില്ലിക്കാശ് മുടക്കാത്ത കൃഷികളാണ്. ഇനിയാണ് ഞാൻ ഇടാൻ പോകുന്നത് നല്ല പവർഫുൾ കരിയില കമ്പോസ്റ്റ്. കരിയില കമ്പോസ്റ്റിൻ്റെ കളർ നോക്ക്, ചാണകം വരെ ഈ കളർ ഉണ്ടാവില്ല, ചാണകം വരെ തോറ്റുപോകും. നല്ല പവർഫുള്ളുമാണ് ഇത്. എന്നോട് പറഞ്ഞ് ചേരട്ട വരുന്നുണ്ട് കരിയില കമ്പോസ്റ്റിൽ, പക്ഷെ എൻ്റെ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടുത്തെ പ്രത്യേകതയാണോ വയനാടിൻ്റെ എന്താ അറിയില്ല. ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കും. അതിന് പിന്നെ അങ്ങനെ ജീവികളൊന്നും വരൂലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയാണ് നടാൻ പോകുന്നത്. ഇതാ കണ്ടില്ലേ ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ പറയും ഇതിനും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പാവപ്പെട്ടവരെല്ലാവർക്കും എൻ്റെ കൃഷി നോക്കി പഠിക്കുക. ഒരു 5 പൈസ മുടക്കണ്ട, വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കേ വേണ്ട. മെല്ലെ വെണ്ട, പയറ്, ചീര, പച്ചമുളക്, കാബേജ്, തക്കാളി എല്ലാത്തിലും ഇനി മുളക്കും. ഈ കരിയില കമ്പോസ്റ്റിന് മുളക്കും. ഇതാ കണ്ടില്ലേ,
നല്ലൊരു അടിപൊളി തൈ. ഇത് ഞാൻ ആ തൈ വന്ന് മുളപ്പിച്ചുണ്ടാക്കി എടുത്തതാ. ഇത് കണ്ടില്ലേ, സൂപ്പറാ. ഇത് പിന്നെ നമ്മള് നഴ്സറി പോയത്രയും ശക്തിയുള്ളത് കിട്ടുമോ? ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ടല്ലേ. നടട്ടെ. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. നല്ല അടിപൊളിയായിട്ടുണ്ടാവട്ടെ. നമ്മളിപ്പോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ. എനിക്ക് മാത്രമല്ല, എൻ്റെത് കണ്ട് നോക്കി ഉണ്ടാക്കുന്നവർക്കും നല്ല അടിപൊളിയായിട്ടുണ്ടാവട്ടെ. നട്ട് കഴിഞ്ഞു. ഇതാ കണ്ടില്ലേ, അടിപൊളിയായിട്ട് നട്ടത്. ഇനി ഇത് കഴിഞ്ഞല്ലോ. ഇനി ഞാൻ ചെയ്യുന്നത്, ഞാൻ മുളച്ചത് കാണിച്ചു തന്നല്ലോ, കുറ്റിമത് ചുറ്റും മുളച്ചത്. അത് ഞാൻ മെല്ലെ പീസാക്കി എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ മണ്ണിൽ നടുന്നത് കാണിച്ചു തരട്ടെ. ഞാൻ എങ്ങനെയാണ് നടുന്നത്, ഏത് മോഡലാന്നൊക്കെ അങ്ങ് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ നട്ട് അത് വേരൊക്കെ പിടിച്ച് മണ്ണിലോടൊക്കെ ചേർന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ ആയിട്ട് ഞാൻ പിന്നെ അത് നടു. ഇപ്പം കണ്ടില്ലേ, എൻ്റെ അടിപൊളിയല്ലേ? ഇങ്ങനെ നടന്നിട്ട് എല്ലാവരും നമുക്ക് ഇങ്ങനെ വിഷരഹിത പച്ചക്കറി നമ്മളെ മക്കളെ തിരിച്ചൂടെ? നമ്മളിങ്ങനെ മനസ്സ് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നട്ടുണ്ടാക്കിയാൽ ഓരോന്ന് ഉണ്ടായും ചെയ്യും. പിന്നെ അടുക്കളയിൽ പച്ചക്കറിക്ക് ഒരു ക്ഷാമവും ഉണ്ടാവില്ല. ആണുങ്ങൾ അധ്വാനിച്ചിട്ട് അരി വാങ്ങിക്കൊണ്ടുവരട്ടെ. നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ സന്തോഷിപ്പിക്കുക. അങ്ങനെ ഹാപ്പി ആയിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോവാം. അങ്ങനെ ഞാൻ ഈ തൈ നമുക്ക് കൊണ്ടുപോയി നടണമെങ്കിൽ നേരിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോയി നട്ടാൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അതിനാദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ തൈ നമ്മൾ വേര് പിടിപ്പിക്കണം പുറത്ത് കൊണ്ടുപോയിട്ട്. അതിന് ഞാൻ ചെയ്യുന്ന മാർഗം അത് പ്ലാവിൻ്റെ ഇല കുമ്പിള് കുത്തിയിട്ട് ഞാനിങ്ങനെ പ്ലാവിൻ്റെ ഇലയും ഇറുക്കിളിയും കിട്ടാത്തവരുണ്ടാവില്ലല്ലോ, അതെല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ. ഇങ്ങനെ കുത്തിയിട്ട് നമ്മൾ മണ്ണ് നിറക്കുക, സാധാ മണ്ണ് കേട്ടോ. അങ്ങനെ മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നൊന്നുങ്ങ് പൊട്ടിച്ചെടുക്കുക. പൊട്ടിച്ചെടുത്ത് ഇതിലേക്ക് വെക്കുക. ഇങ്ങനെ കൊണ്ടുപോയി നട്ടാലൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ വേര് പിടിപ്പിച്ചാലാണ് വേഗം ഉണ്ടാവുക. ഇത് നമ്മൾ ഒരാഴ്ച 2 ആഴ്ച തണലത്ത് വെക്കണം. ICU തന്നെ, എനിക്ക് ചെടി ICU ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ കൂർപ്പുള്ളത് കൊണ്ട് എവിടെയും നിൽക്കൂല. അപ്പൊ ഞാൻ ഈ ഗ്രോ ബാഗിന്റെ ചുറ്റും തന്നെ ഇങ്ങനെ കുഴി കുഴിച്ചിട്ട് ഇങ്ങനെ ഇറക്കി വെക്കുക. ഇങ്ങനെ അങ്ങ് ചുറ്റും വെക്കും. അങ്ങനെ ഞാൻ ചുറ്റും വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ മൊത്തം പ്ലാവിൻ്റെ ഇലയിൽ വെച്ചിതാ. കണ്ടില്ലേ എത്ര എണ്ണം കിട്ടിയെന്നറിയോ, എത്ര തൈ കിട്ടിയെന്നറിയോ? 1 2 3 4 5 6 7 8 എണ്ണം കുറച്ച് വലുതായത് ഞാനിതാ പിടിപ്പിച്ചു. കണ്ടില്ലേ, ഇതിൻ്റെ സൈഡിൽ തന്നെ അങ്ങ് പിടിപ്പിച്ചതാ. ഇത് ഞാൻ തണലത്ത് കൊണ്ടുപോയി വെക്കും വേര് വന്നു കഴിഞ്ഞാൽ. പിന്നെ പ്രധാനമായി പറയാനുള്ളത്, ഇത് വല്ലാത്ത ഇഷ്ടപ്പെട്ടൊരു ആണ് ഒച്ചിന്. ഇതിൽ ഒച്ചി വന്നളിയും കേട്ടോ. ഒച്ചി വന്നിട്ട് തിന്ന് തീർത്തിട്ടുണ്ടാവും. നമ്മൾ പകൽ വന്ന് നോക്കുമ്പോൾ ഒച്ചിനൊന്നും കാണൂല, തിന്ന് തീർത്ത് കാണാം. ഓരോ ഇല ഇങ്ങനെ തിന്ന് അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. അപ്പം നമ്മൾ അതിനുള്ള മരുന്ന് ചെയ്തോളണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് കാര്യമില്ല. ഇതെങ്ങനെ അറിയോ, പിന്നെ ഞാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളം വെണ്ണീര് ചാരൊക്കെ കലക്കിയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ കൊടിയല. അതെങ്ങനെ പോട്ടേന്ന് വിചാരിച്ച് കാണുന്നതൊക്കെ പിടിച്ച് കളയും ചെയ്യുക. കാണാൻ പ്രയാസമാണ്. ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയി എൻ്റെത് അങ്ങനെ പോയിട്ട്. അപ്പോൾ ഇതാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.